ഈ ദിവസങ്ങളിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ സുഡാനിലൊക്കെ ഒരുപാട് നരഹത്യ, ക്രൂരത നടന്നുകൊണ്ടിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവം അനുവദിക്കുന്നത്? ദൈവത്തിന് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതേപോലെ നേരത്തെ ഗാസയിലെ യുദ്ധസമയത്ത് ഒരുപാട് മരണം നടന്നുകൊണ്ടിരുന്നപ്പോഴും ഇതേപോലെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നും പല ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് ചിലർ ഇങ്ങനെയൊക്കെ ചോദിക്കും. അവരുടെ അടുത്തൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴും 2-3 പേര് അടുപ്പിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സുഡാനിൽ ഇത്രയും നരഹത്യ അല്ലെ ക്രൂരത നടക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഈ മെസ്സേജ് എല്ലാം കേട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഏതാണ്ട് ചില ഐഡിയാസ് കിട്ടിക്കാണും ഇതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ യുദ്ധവും ഇങ്ങനെയുള്ള കുരുതിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും നരഹത്യയും ക്രൂരതയൊക്കെ ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. ഇത് മനുഷ്യരാശികൾ ഭൂമിയിൽ ഉള്ള സമയം മുതലേ എത്രയാണോ ജനത്തിന്റെ സംഖ്യ അതനുസരിച്ച് അളവിൽ ഇങ്ങനെയൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ ഇത്രയും ജനസംഖ്യയും രാജ്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇത്രയും കൂടി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കരമായ ക്രൂരതയും നരഹത്യയൊക്കെ ഈ 2ാം ലോക മഹായുദ്ധ സമയത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് വെച്ചാണ് നമ്മൾ ദൈവം ഇതിനിങ്ങനെ കാണിക്കുന്നു, അല്ലെ ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ മുസ്ലിം തീവ്രവാദികളാണ് പലയിടത്തും. ഇപ്പം ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഇപ്പൊ നടന്നപ്പോൾ തന്നെ പലരും ചോദിച്ചു, ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ള ആത്മീയ ഡെഫിനിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കും. ഇത് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മുടെ ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ആത്മീയമായ അല്ലെ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനും പ്രകൃതിയുടെ ഈ രഹസ്യങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മനുഷ്യജന്മം. ഇതിപ്പോ നടക്കുന്ന പുതിയ സംഭവമല്ല. കഴിഞ്ഞ മുൻ ജന്മങ്ങളിലും പണ്ടേ യുദ്ധങ്ങൾ, ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുണ്ട്. അതേപോലെ പല രീതിയിലെ പല ദുരന്തങ്ങളും ഒക്കെ ഇതിൽ പണ്ടേ നടന്നിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഉണ്ടായിരുന്ന ആത്മാക്കൾ തന്നെയാണ് ഇപ്പോ പഠിച്ച് ഈ ജന്മത്തിലുള്ളത്. അപ്പൊ അന്നും എന്നോട് ചോദിക്കുന്നവർക്ക് ഇതേ സംശയം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോഴും ഇതേ സംശയം പലർക്കും ഉണ്ട്. അപ്പൊ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മങ്ങൾ തന്നെ ഉള്ളത്. ഇപ്പോഴും അത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ജന്മം എടുത്ത് ഈ ഭൂമി കിടന്നെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടിയൊക്കെ വരും. അപ്പൊ ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ജന്മം കൊണ്ടൊന്നും കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ഈ ജന്മത്തിൽ ഒരുപാട് ക്രൂരത അനുഭവിക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യർ കഴിഞ്ഞ ജന്മത്തിൽ ഇതിനപ്പുറം ക്രൂരത മറ്റുള്ളവർ ചെയ്ത ഒരു ആത്മാവായിരിക്കാം. എനിക്ക് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കണക്കുകളാണ് നീ കിട്ടുന്നത്. അതിന്റെ പ്രായച്ചിത്തം അല്ലെങ്കിൽ അതിന് പരിഹാരം എന്ന രീതിയിൽ അടുത്ത ജന്മത്തിൽ തിരിച്ചനുഭവിക്കേണ്ടി വരും. ഇനി ഇപ്പോഴാണ് ആദ്യമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ തിരിച്ചു ചെയ്ത് ഇത് ബാലൻസ് ചെയ്ത് വരും. ഇതൊക്കെ പ്രകൃതിയിൽ ഇങ്ങനെ നാളുകൾ കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യരിത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. മനുഷ്യനെ തിരിച്ചറിയണം. മനുഷ്യരിപ്പോഴും അന്ധതയിൽ നിന്നും കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിരുന്ന വീണ്ടും ജന്മം തരും. ഇത് പഠിക്കാൻ വേണ്ടി ഇനിയും ജന്മം എടുത്ത് വരേണ്ടി വരും. ഇത് മാത്രമല്ല, പലതും പഠിക്കാൻ വേണ്ടി ജന്മം എടുത്ത് വരേണ്ടി വരും. ഇനി എനിക്ക് കിട്ടിയ ഡെഫിനിഷൻസ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. എനിക്ക് എന്റെ കാര്യത്തിൽ ദൈവമായിട്ടൊരു ബന്ധം വന്നപ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സംശയങ്ങളുള്ള കാര്യങ്ങൾ ഇതായിരുന്നു. മെയിനായിട്ട് യഹൂദരെ ഭയങ്കരമായ ക്രൂര പീഡനങ്ങളും അവരെ ജീവനോടെ വലിച്ചു കീറി, തൊലിയൊക്കെ വലിച്ചു കീറി, കുഴിച്ചു കുട്ടികളെയും ഗർഭിണികളെയൊക്കെ ഭയങ്കരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വാർത്തകളും ഈ ഓരോരുത്തരുടെ യൂട്യൂബിലൊക്കെ ആദ്യകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിന് ഇത്രയും ക്രൂരത, എന്താണ് ഇങ്ങനെ സംഭവം എന്ന് പറയുമ്പോൾ ആത്മാക്കളെല്ലാം കർമ്മഫലം തീർത്ത് ദൈവം കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. കർമ്മഫലം ഒരുപാട് ഉള്ള എന്തൊക്കെയോ മേഖലയിൽ അത് ബാലൻസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ജന്മം കൊടുക്കും. അടുത്ത ജന്മത്തിൽ ഉയർച്ചയും നല്ലൊരു പദവിയിലൊക്കെ ആയിരിക്കും അടുത്ത ജന്മങ്ങൾ വരുന്നത്. ഒരു ജന്മത്തിൽ ഇങ്ങനെ കഷ്ടം വന്നാൽ അടുത്ത ജന്മത്തിൽ സുഖം വരും. ഈ സുഖം വരുന്ന ജന്മത്തിൽ എന്താണ് തെറ്റുകൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അഹങ്കാരം കാണിക്കുന്നുണ്ടോ അല്ലെ ക്രൂരത ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിന് പരിഹാരമായി അടുത്ത ജന്മത്തിൽ കഷ്ടത്തോട് ജനിപ്പിക്കേണ്ടി വരും. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ആത്മീയമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് വരുന്ന ഒരു ആത്മാവ് പിന്നെ കിട്ടുന്ന ജന്മത്തിൽ ക്രൂരതയും കഷ്ടതയൊന്നും ചെയ്യാതെ ഇതെല്ലാം മനസ്സിലാക്കി ഒരു മനുഷ്യനായി, സാധാ ഒരു മനുഷ്യനായി അവൻ മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ പിന്നെ ജന്മം തീർന്നു. ആ ജന്മം വരുന്നത് വരെ ഇങ്ങനെ കൊന്നും കൊല്ലിച്ചും സ്വയം അനുഭവിച്ചും പീഡനം അനുഭവിച്ചും അടുത്ത ജന്മത്തിൽ പീഡിപ്പിച്ചും ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. ഈ ആത്മാവ് പലതും പഠിക്കുന്നത്. ഓരോ ജന്മം തരുമ്പോഴും നേരത്തെ അനുഭവിച്ചത് ഈ ആത്മാവ് മറന്നുകൊണ്ട് ഭൗതിക മനസ്സുള്ള ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓർമ്മയുള്ള ആത്മാവ് പലതും മറന്ന് വഴി തെറ്റിപ്പോവും. ഇതിങ്ങനെയാണ്. തെറ്റാത്ത ലെവലിൽ എത്തുമ്പോഴാണ് അവൻ ഓക്കെ ആവുന്നത്. അപ്പൊ അത്രയും നാൾ തെറ്റും, കരഞ്ഞു വിളിക്കും, അനുഭവിക്കും, പിന്നെയും തെറ്റും, ചിലപ്പോൾ മൃഗങ്ങളായിട്ട് വരും.
പക്ഷികളായിട്ട് ജനിക്കേണ്ടി വരും. നമ്മളിപ്പോ കാണുന്ന നമ്മുടെ വീട്ടിലും ചുറ്റുപാടും നമ്മൾ മനുഷ്യരോട്ട് ഇടപഴകി നിൽക്കുന്ന മിക്ക മൃഗ ജീവജാലങ്ങളെല്ലാം മനുഷ്യാത്മാക്കളായി വന്നതിന്റെ പ്രായച്ചിത്തം, അന്ന് കാണിച്ച തെറ്റിന്റെയൊക്കെ പ്രായച്ചിത്തമായി എടുത്ത് ജന്മമെടുത്ത ജീവജാലങ്ങളാണ്. ഫ്രഷായിട്ട് വരുന്ന ജീവജാലങ്ങളെല്ലാം മനുഷ്യനായിട്ടൊരു ബന്ധമില്ലാതെ കാട്ടിനകത്തോ ദൂരവചന പ്രദേശത്തൊക്കെ ആയിരിക്കും. നമ്മുടെ ഇടയിൽ ഇപ്പൊ കൂടുതലും അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന പട്ടി, പന്നി, പൂച്ചകള്, പശു, ഇതെല്ലാം ഒരു കാലത്ത് മനുഷ്യജന്മമായിരുന്ന ആത്മാക്കൾ തന്നെയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരും ഇതിൻ്റെ ഇടയിലുണ്ട്. ഇതൊക്കെ ആത്മീയ വളർച്ച വന്ന് ദൈവമായിട്ട് നല്ല കണക്ഷൻ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ വളർത്തുന്ന പട്ടി ശരിക്കും ഏത് ആത്മാവാണെന്നൊക്കെ കാണിച്ചു തരും. എനിക്ക് പറയുക എനിക്കറിയാം, എന്റെ വീട്ടിൽ ഇപ്പോഴും ഉള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പൊ ഈ വിധ സത്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം. ഇപ്പോ ഒരു ദേശത്ത് ഇപ്പൊ ഞാൻ ഒരു ദേശത്ത് ഭയങ്കരമായ ക്രൂരത നടത്തുന്നു. ഇപ്പൊ തന്നെ ഈ മുസ്ലിം തീവ്രവാദികൾ ആക്രമിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാണ് പലരും ചോദിക്കുന്നത്. അവിടെ പ്രകൃതി നോക്കുന്നത് ആ ദേശം, ആ വിഭാഗം അല്ലെങ്കിൽ ഏത് വിഭാഗമാണെങ്കിലും ആ ഒരു രാജ്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ. ഇപ്പം മരണപ്പെടുന്നതും പീഡനം അനുഭവിക്കുന്ന ജനതയാണെങ്കിൽ പോലും അവരുടെ ജീവിത രീതി, ജീവിത ശൈലി എല്ലാം പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ചാണോ? അവരിൽ ദുശീലങ്ങൾ ഉണ്ടായിരുന്നോ? എന്തിനെങ്കിലും അടിമപ്പെട്ട് കിടക്കുന്ന ലഹരിയിലോ എന്തെങ്കിലും അടിമപ്പെട്ട ആൾക്കാരായിരുന്നോ? അവരുടെ ആത്മീയ വളർച്ച എത്ര, അവർ ദൈവവുമായിട്ട് എത്ര അടുത്തു, അവരെന്ത് ആത്മാവിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു, ഇതൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ദേശത്തൊരു നാശമൊക്കെ വരുന്നത്. ഇപ്പൊ ഒരു ദേശത്തൊരു ജനത ഇപ്പൊ 1 ലക്ഷം പേരുണ്ടല്ലോ, 5 ലക്ഷം പേരുണ്ട്. 5 ലക്ഷവും പാഴായിപ്പോയി. 5 ലക്ഷം പേർക്കും ഈ ജന്മത്തിൽ ആത്മീയ വളർച്ച വരില്ല. കാരണം ഈ പോക്കിങ്ങനെ പോവേ ഉള്ളൂ. അവർക്ക് തോന്നിയതുപോലെ ബോധിച്ചതുപോലെ ജീവിക്കുള്ളൂ. എങ്കിൽ ചിലപ്പോൾ ഒരു ഭൂമി ഉരുക്കുമ്പോൾ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ച് ആ ദേശത്തെ മൊത്തം നശിപ്പിച്ചിട്ട് ഈ ആത്മാക്കളെല്ലാം ഒന്നേന്ന് അടുത്ത കൃഷി പോലെ വീണ്ടും ജന്മം കൊടുക്കും. എന്നിട്ട് ആ ജന്മത്തിൽ നോക്കും എന്തെങ്കിലും ആത്മീയമായി പഠിക്കുന്നുണ്ടോ, വളരുന്നുണ്ടോ. കാരണം മനുഷ്യജന്മം നമുക്ക് കിട്ടുന്നതേ ഇതൊക്കെ പഠിക്കാനാണല്ലോ. അപ്പൊ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജന്മത്തിന് ഉപയോഗമില്ലല്ലോ. ഇപ്പൊ നമ്മൾ കുറെ ചെടി നട്ടു, ആ ചെടി ഫലം വരുന്നില്ല, കായ്കൾ വരുന്നില്ല, വർഷങ്ങൾ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടും ഉപയോഗമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിഴുതെടുത്ത് കളഞ്ഞിട്ട് ഫലം വരുന്ന അടുത്ത ചെടിയെടുത്ത് നടുവിലേ. അല്ല എല്ലാ കാലവും ഇതിനെങ്ങനെ വെള്ളം കൊടുത്ത് ഒരു കണക്കുണ്ടല്ലോ. ഇപ്പൊ 2 വർഷം കൊണ്ട് കായ്ക്കും, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കും, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് കായ്ക്കും. ഇതിനൊക്കെ നമ്മളൊരു ഇരട്ടി 2 വർഷം എന്നുള്ളത് 4 വർഷം ചിലപ്പോൾ നോക്കിയിരിക്കും. എന്നിട്ടും ഫലമില്ലെങ്കിൽ വെട്ടിക്കളയില്ലേ. അതേപോലെ തന്നെ പ്രകൃതി മനുഷ്യനെ മേൽ ചെയ്യുന്നത്. രക്ഷയില്ല, നടക്കില്ല, ആത്മീയമായി വളരുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല, ബോധിച്ചതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതിക്കറിയാം ഈ പോക്ക് പോയാൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. അപ്പൊ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഒന്ന് കഴുകി കളഞ്ഞിട്ട് അടുത്ത കൃഷി തുടങ്ങും, അടുത്ത ജന്മങ്ങൾ കൊടുത്ത് അടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ ഈ അറിവില്ലാത്ത മനുഷ്യനാണ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ കാര്യം കൊണ്ടുകൊണ്ട് പിറുവിറുത്തും ദൈവത്തെയും പിറുവിറുത്തും വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷം മുമ്പേ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അന്നും ഇത് ജനങ്ങൾ പിറുവിറുത്തുകൊണ്ടിരുന്നു, പിന്നെയും പിറുവിറുത്തു. ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് 1ാം ലോക മഹായുദ്ധകാലത്ത് ഭയങ്കരമായി പിറുവിറുത്തു. എന്നിട്ട് പ്രകൃതി അങ്ങ് നന്നായോ? പ്രകൃതിയുടെ വ്യവസ്ഥ ഭൂമിയുള്ള കാലം മുതലേ അല്ലെങ്കിൽ മനുഷ്യരുള്ള കാലം മുതലേ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ പ്രകൃതി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. അതിപ്പോ നമ്മളിടന്ന് ദുഷിച്ചാലോ പിറുവിറുത്താലോ വിഷമിച്ചാലോ കരഞ്ഞാലോ പ്രാർത്ഥിച്ചാൽ പോലും പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകൃതി മാറൂല. നമ്മൾ വേണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി പ്രകൃതി വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്താൽ മതി. എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നേരെ പറ്റിപ്പോയി, എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാലും ഇതൊക്കെ പ്രകൃതിയുടെ വ്യവസ്ഥ വെച്ച് നടക്കുന്നതാണ്. ഇപ്പൊ ചില ദേശത്ത് തിന്മ പെരുകി വരും. അവരുടെ ജീവിത രീതി, ജീവിത ശൈലി വെച്ച് തിന്മ പെരുകുമ്പോൾ അവിടെ ദുഷ്ടത ചെയ്യാൻ പാകപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം അവിടെ നെഗറ്റിവിറ്റി കയറി അവരെ സ്വാധീനിച്ച് ഇങ്ങനെയുള്ള നശീകരണം ചെയ്യും. കാരണം ആ ദേശം മൊത്തം നെഗറ്റീവായി മാറിയല്ലോ. അപ്പൊ നെഗറ്റീവായി നിൽക്കുന്ന വ്യക്തികളെ സ്വാധീനിച്ച് ഇങ്ങനെ ചെയ്യും. അപ്പൊ അതിൽ ഒരുപാട് പേര് ഭയങ്കര പീഡനം അനുസരിച്ചും ക്രൂരതയാലും മരണപ്പെടും. മരിച്ചു കഴിയുമ്പോൾ അവരെ ആത്മാവ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രക്ഷപ്പെട്ട് ഈ നശിച്ച ദേശത്ത് നിന്ന് ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ട് ദൈവമേ എന്ന് പറഞ്ഞ് നന്ദിയോടെയാണ് ആത്മാവ് രക്ഷപ്പെട്ടു പോണത്. ഇത് നമ്മൾ അറിയുന്നില്ല. ഈ അറിവാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതും നിങ്ങൾ അറിയേണ്ടതും. എന്നിട്ട് അടുത്ത ഈ ജന്മത്തിൽ ഭയങ്കരമായ കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ലൊരു ഉയർച്ചയുടെ കാര്യം എവിടെയോ വഴിതെറ്റി തോന്നിയതുപോലെ പോയതിന്റെ പ്രായശ്ചിത്തം കഴിഞ്ഞല്ലോ. അപ്പൊ അടുത്ത ജന്മം നല്ലത് തരും. ആ നല്ലത് കിട്ടുമ്പോഴും അവൻ ആത്മീയമായ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കിയും നേരായ മാർഗത്തിൽ പോയാൽ അതിന്റെ അടുത്ത ജന്മവും നല്ലത് തന്നെയായിരിക്കും. പക്ഷെ ഈ നല്ലത് കിട്ടുമ്പോൾ അവിടെ ഇതൊക്കെ മറന്ന് ഉള്ളിൽ വരും. എല്ലാവരും മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ജന്മന എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്, ഇല്ല എന്ന് പറയരുത്. ഇപ്പൊ ഇത്ര ക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നീ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് രഹസ്യത്തിൽ വിളിച്ച് ചോദിച്ചാൽ അവനെ അറിയാം, ഇത് തെറ്റാണ്, പക്ഷെ ഇതാണ് ഒരു എൻജോയ്മെന്റ്, ഇതിലാണ് അവന്റെ സന്തോഷം, അല്ലെങ്കിൽ അവന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി
അല്ലെ എന്തിനോ വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്യുന്നു എന്ന് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ബോധമുണ്ട്. ഇതാണ് ആ പ്രശ്നം. ആ ഉള്ളിന്റെ ഉള്ളിൽ ആ ബോധം ഇരിക്കവേ നമ്മൾ ഭൗതിക നേട്ടത്തിനും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഈ പ്രശ്നം. ഈ ഉള്ളിന്റെ ഉള്ളാണ് ഞാൻ ഈ പറയുന്ന ആത്മാവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഉപബോധ മനസ്സിൽ എല്ലാ മനുഷ്യർക്കും ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. പിന്നെന്തിനെ തെറ്റ് ചെയ്യുന്നു? അപ്പൊ അടുത്ത ജന്മം ഇങ്ങനെയൊക്കെ വന്ന് പിന്നെ അനുഭവിക്കും. അങ്ങനെ വളരെ നാളുകൾ കഴിയുമ്പോഴാണ് ഉപബോധ മനസ്സിൽ വരുന്ന ആ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് അവൻ വേണ്ട, എനിക്ക് ശരി മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ ഒരു കാലത്ത് ഒരു 10-15 വർഷത്തിന് മുമ്പ് നല്ല ആത്മീയത്തിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവം ഒരു കാഴ്ച കാണിച്ചു. ചൈനക്കാരെ പോലുള്ള ഒരു മൂക്ക് ചപ്പിയ വിഭാഗം ആൾക്കാർ, അറിയാലോ, ഇപ്പൊ നേപ്പാളി, ചൈന, ആ മുഖമുള്ള ഒരു ജനതയുള്ള ഒരു രാജ്യം എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അവിടെയുള്ള മനുഷ്യർ ഒരു ഗോത്രവർഗം എന്ന് വെച്ചാൽ ഒരു സാധാ ഒരു ജനമാണ്, ഡീസന്റ് ജനം, അല്ലാതെ ഭയങ്കര ധനികരോ ദാരിദ്ര്യപ്പെട്ടതൊന്നുമല്ല, ഒരു ഇടനിലപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗം. അവർ ഒരു കൊച്ചുകുട്ടി ഒരു 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവര് സ്വന്തം അച്ഛനും അമ്മയും കൂടെയൊക്കെ ചേർന്ന് ബലാത്കാരമായി പിടിച്ചു വെച്ച് വെട്ടി കുരുതി, ഏതോ ദുർമൂർത്തിക്ക്, ദുഷ്ടശക്തിക്ക് കുരുതി കൊടുത്ത്, ആ ദേശത്തെ ആചാരം എന്തോ ആണ്, കുരുതി കൊടുത്തിട്ട് വെട്ടി മുറിച്ച് ആ വന്നിരിക്കുന്ന എല്ലാരും കൂടി ആ മാംസം കുറച്ചായിട്ട് പ്രസാദം പോലെ കഴിക്കുന്നു. ശരിക്കും ദൈവം കുരുതിയുടെ വ്യവസ്ഥ വെച്ചത് വളരെ മുമ്പത്തെ കാലത്ത് വ്യവസ്ഥ വെച്ചിട്ട് മനുഷ്യരത് നെഗറ്റീവ് ശക്തികൾക്ക് അല്ലെങ്കിൽ അസുര ശക്തികൾക്ക് ഈ കുരുതി ചെയ്ത് ഭൗതിക നേട്ടങ്ങൾ ചെയ്യുന്ന ലെവലിൽ എത്തിയപ്പോൾ ദൈവം തന്നെ ഈ പ്രക്രിയ പണ്ടേ നിർത്തിവെച്ചതാണ്. പക്ഷെ ഇപ്പോഴും പലയിടത്തും നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദേശത്തെ ഒരു ഗ്രാമം, ഒരു വലിയൊരു വിഭാഗം ജനമാണത്. ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഭൂമിയിലുക്കോ വന്ന് 2000 പേര് മരിച്ചു, 3000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മരിച്ച ആൾക്കാർ കൊച്ചു കുട്ടികളെ കണ്ടുകൊണ്ട് നമ്മൾ വിഷമിക്കും. ആ ജനം, ആ ദേശം എന്തൊക്കെയാണ് ഈ ആത്മീയ മേഖലയിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, തെറ്റുകൾ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ വെച്ചാണ് പ്രകൃതി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ ടാലി ചെയ്ത് എത്ര വേണം, എങ്ങനെ വേണം, ഇപ്പൊ ചില നെഗറ്റീവ് ജനങ്ങൾ ഉള്ള സ്ഥലത്ത് നെഗറ്റിവിറ്റി കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിരിക്കും, അല്ല മാറ്റമില്ല. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഈ കാലചക്രം തീർന്നു പോവുകയോ ഭൂമി നശിച്ചു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്ത് ഈ 2028 മുതലൊക്കെ അങ്ങോട്ട് ശക്തമായ രീതിയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഏത് സമയത്ത് എന്നാണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം ഈ കാണുന്ന കാര്യങ്ങൾ ഇത് എപ്പോ നടക്കും, എങ്ങനെ നടക്കും? അപ്പൊ ദൈവം പറയുന്നത് ആത്മീയമായ അറിവും കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ എല്ലാ മീഡിയാസിലൂടെയും ദൈവം തന്നെ പലർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് മനുഷ്യർ എത്രത്തോളം പോസിറ്റീവ് ആകുന്നു, അല്ലെ എങ്ങനെയാണ് അവന്റെ ജീവിത രീതി അവൻ ചേഞ്ച് ആക്കുന്നത്, അവനിലുള്ള മാറ്റം എങ്ങനെ, അതനുസരിച്ചാണ് ഈ ദുരന്തങ്ങളും കാര്യങ്ങളെല്ലാം സമയം സംഭവിക്കുന്നത്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ മറ്റ് ഡയമെൻഷനുള്ള അദൃശ്യ ശക്തികളാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പ്ലാനിങ് ആണ്. ഇതുകൊണ്ട് നേരത്തെ കൂട്ടി അറിയാനും പറ്റില്ല. പക്ഷെ ഇതെല്ലാം സംഭവിക്കും. ഇനി അങ്ങോട്ട് കൂടി വരെയുള്ളൂ. 2ാം ലോക മഹായുദ്ധത്തിനെക്കാട്ടിലും ഭയങ്കരമായ രീതിയിലാണ് ഭാവിയിൽ ഇനി അങ്ങോട്ടൊക്കെ വരാൻ പോകുന്നത്. ദുരന്തങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. ഇപ്പം ഒരു സമയത്ത് യുദ്ധമാണെന്നുണ്ടെങ്കിൽ ആ യുദ്ധം കൊണ്ട് മാത്രമായിരിക്കില്ല, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ തന്നെ ഭൂമികലുക്കങ്ങളും അഗ്നിപർവ്വതം പൊട്ടുന്നതും കാട്ടുതീ പോലെ തീ പടർന്നതും സൂര്യനിൽ നിന്നും ഭയങ്കരമായ തീക്കാറ്റടിക്കുന്നതും ഇതൊക്കെ ഒരേ സമയത്ത് തിരിച്ചും മറിച്ച് നടന്നുകൊണ്ടിരിക്കും. ഇതോടൊപ്പം തന്നെ ഏലിയൻസിന്റെ അറ്റാക്കും ഭൂമിയിൽ വരും എന്നും എനിക്ക് ദൈവം കാണിച്ചിരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ദൈവത്തിന്റെ കയ്യിലുള്ള പ്ലാനാണ്. സമയം മറ്റ് അദൃശ്യ ശക്തികൾ അത് പ്ലാൻ ചെയ്ത് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.